നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി അറിയാം. ആദ്യ റിപ്പോർട്ടിലേക്ക്. കേരളത്തിലെ BJPയുടെ നേതൃസ്ഥാനത്ത് ഇനി പുതിയ മുഖം. മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാകും. നാളെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കോർ കമ്മിറ്റി ഏകകണ്ഠമായി അംഗീകരിക്കുകയായിരുന്നു. ഹിന്ദുത്വ വോട്ടുകൾക്ക് പുറമെ കൂടുതൽ വിഭാഗങ്ങളിലേക്ക് എത്താനാകുമോ എന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. ഒറ്റപ്പേരിലേക്ക് സംസ്ഥാന ഘടകം എത്താനാണ് കേന്ദ്ര നേതൃത്വം ആദ്യം നിർദ്ദേശിച്ചത്. കെ സുരേന്ദ്രൻ തുടരണമെന്ന നിലപാട് ഒരു വിഭാഗം ശക്തമായി ഉന്നയിച്ചു. ശോഭാ സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രൻ വിരുദ്ധപക്ഷം മുന്നോട്ട് വെച്ചു. സുരേഷ് ഗോപിയുടേതടക്കം പിന്തുണ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു. സംസ്ഥാന നേതാക്കൾക്കിടയിൽ ഒറ്റപ്പേരിലേക്ക് എത്താനാവാത്ത സാഹചര്യത്തിൽ കേന്ദ്ര നേതാക്കളുടെ തീരുമാനം നിർണായകമായി. പാർട്ടിയിലേക്ക് കൂടുതൽ വിഭാഗങ്ങളെ എത്തിക്കാനുള്ള ശ്രമം വേണമെന്നതും ക്രൈസ്തവ സഭാ നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും രാജീവ് ചന്ദ്രശേഖരന് തുണയായി. BDJS-നും രാജീവ് ചന്ദ്രശേഖരനോടായിരുന്നു താൽപര്യം. ഞങ്ങൾ സംസ്ഥാന കോർ ഗ്രൂപ്പ് യോഗം ചേർന്നു. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി ഞങ്ങളുടെ മുൻപാകെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് തീരുമാനമെടുത്തു. പാർട്ടിയുടെ വോട്ട് വിഹിതം ഉയർത്തുകയും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യാനുള്ള തന്ത്രങ്ങൾക്കാകും BJP കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ മുൻനിർത്തി രൂപം നൽകുക. ആദ്യ പടിയെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കും. സ്ത്രീകൾ, യുവാക്കൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നിവർക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതാകും പുതിയ സംസ്ഥാന കമ്മിറ്റി. വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടാകില്ലെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. RSSന്റെ ഭാഗത്തുനിന്നും സംഘടനാ ജനറൽ സെക്രട്ടറിയെ കൂടി നൽകുന്നതോടെ പുതിയ ടീം BJPക്കായി സംസ്ഥാനത്ത് സജ്ജമാകും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മൂന്നാം തവണയും കേരളത്തിൽ ഭരണം നേടാൻ ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയുടെ വികസന രാഷ്ട്രീയത്തിന് ബദലായി BJP നടത്തുന്ന പരീക്ഷണമാണ് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30ഓളം സീറ്റുകൾ നേടുകയുമാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള രാഷ്ട്രീയ വെല്ലുവിളി. ഗ്രൂപ്പ് പോരും പടലപ്പിണക്കവും ശക്തമായ കേരള ഘടകത്തെ ഒറ്റക്കെട്ടായി നയിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള ദുഷ്കരമായ ദൗത്യം. പുറമേക്ക് പുരോഗമനമെങ്കിലും മതസാമുദായിക ചിന്തകൾ ആഴത്തിൽ വേരോടിയിരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം BJPയുടെ കടന്നുവരവിന് പരിപാകമാണെന്നാണ് സംഘപരിവാറിന്റെ വിലയിരുത്തൽ. എന്നാൽ ആ രാഷ്ട്രീയ അന്തരീക്ഷം മുതലാക്കാൻ BJPക്ക് വിശ്വാസത്തിലുള്ള നേതൃത്വമില്ലെന്നും സംഘപരിവാർ വിലയിരുത്തിയിട്ടുണ്ട്. ഇതിനുള്ള ഉത്തരമാണ് വ്യവസായിയും ടെക്നോക്രാറ്റുമായ രാജീവ് ചന്ദ്രശേഖരന്റെ BJP സംസ്ഥാന അധ്യക്ഷനായുള്ള നിയമനം. പരമ്പരാഗതമായി BJPക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടുകൾക്കപ്പുറം കടന്ന് നിഷ്പക്ഷമതികളായവരെയും യുവാക്കളെയും കൂടി ആകർഷിച്ചാൽ മാത്രമേ ഇടത് വലത് മുന്നണികൾ കുത്തകയാക്കി വെച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഇടം ലഭിക്കൂ. അത് രാജീവ് ചന്ദ്രശേഖറിലൂടെ കഴിയുമോ എന്നാണ് BJPയുടെ പരീക്ഷണം. മൂന്നാം തവണയും ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഇടതുമുന്നണി വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള കൃത്യമായ ബദൽ കൂടിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ BJP അവതരിപ്പിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ അറിയപ്പെടുന്ന വ്യവസായിയും സംരംഭകനുമായ രാജീവ് ചന്ദ്രശേഖറിലൂടെ BJP കേരള ഘടകത്തിന് പ്രൊഫഷണൽ മുഖം നൽകാനും ദേശീയ നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേയറ്റം രാഷ്ട്രീയ സാന്ദ്രതയുള്ള കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ലാത്ത രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെ പിടിച്ചു നിൽക്കാനാകുമെന്നതാണ് പ്രധാന പ്രശ്നം. സങ്കീർണമായ സാമൂഹിക ഘടനയും രാഷ്ട്രീയ സാമുദായിക ഉൾപ്പിരിവുകളുമുള്ള കേരളത്തിൽ ഉയർന്നു വരുന്ന എല്ലാ വിഷയങ്ങളിലും പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് നല്ല അധ്വാനം വേണ്ടിവരും. ഇതിനേക്കാൾ ഉപരി ഗ്രൂപ്പ് പോലും ശക്തമായ കേരളത്തിലെ BJPയെ എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുക എന്നതും ദുഷ്കരമായ ദൗത്യമാണ്. വിദ്യാർത്ഥി പരിഷത്തിലൂടെയും മറ്റും രാഷ്ട്രീയം തുടങ്ങി BJPയുടെ നേതൃനിരയിലേക്ക് വന്നവരെയെല്ലാം ഒറ്റയടിക്ക് പിന്തള്ളി രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പദവിയിലേക്ക് കടന്നിരുന്നതിനെതിരെ BJPയിൽ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇതിനെ നേരിടാൻ ദേശീയ നേതൃത്വത്തിൻ്റെ അളവറ്റ പിന്തുണ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലുള്ള മരുന്ന്. ഈ വർഷം ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച വിജയം നേടുക എന്നതും രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലുള്ള രാഷ്ട്രീയ വെല്ലുവിളിയാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റിലെങ്കിലും ജയിക്കണമെന്നാണ് BJPയുടെ ലക്ഷ്യം. അത് അപ്രാപ്യമില്ലെന്ന തരത്തിലുള്ള ചില പഠനങ്ങളും BJP നടത്തിയിട്ടുണ്ട്. ലക്ഷ്യം ഭാഗികമായെങ്കിലും നേടാനായാൽ കേരളത്തിലെ BJP രാജീവ് ചന്ദ്രശേഖറിൻ്റെ കയ്യിലിരിക്കും. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ പ്രധാനിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. എന്നാൽ ഗ്രൂപ്പിന് അതീതമായ ഒരാൾ വേണം എന്ന ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയായി.
ഇക്കുറി തികഞ്ഞ പ്രതീക്ഷയിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ഇത്രയും അനുകൂലമായ അന്തരീക്ഷം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. കൃഷ്ണദാസ് പക്ഷവും സുരേഷ് ഗോപിയും അടക്കമുള്ളവരുടെ പിന്തുണ നിർലോഭം കിട്ടി. ഡൽഹി കേന്ദ്രീകരിച്ച് ശോഭ നേരിട്ട് അധ്യക്ഷ പദത്തിനായി ചരടുവലികൾ നടത്തി. എന്നിട്ടും അവസാന ലാപ്പിൽ ഓടിക്കയറിയത് രാജീവ് ചന്ദ്രശേഖർ ആണ്. ഗ്രൂപ്പ് പോരും കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പും ശോഭാ സുരേന്ദ്രന് തിരിച്ചടിയായി എന്നാണ് കണക്കുകൂട്ടൽ. അതിന്റെ എല്ലാ നീരസവും കോർ കമ്മിറ്റി യോഗം കഴിഞ്ഞിറങ്ങിയ ശോഭാ സുരേന്ദ്രന്റെ മുഖത്ത് വായിച്ചെടുക്കാനുമായി. രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുവരെയും ഹോട്ടലിനുള്ളിൽ തങ്ങിയ ശോഭാ സുരേന്ദ്രൻ അതിനുശേഷമാണ് പുറത്തേക്ക് പോകുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരണം ഉണ്ടായതുമില്ല. ഇതോടെ ശോഭ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്ന പ്രതീതി പരന്നു. എന്നാൽ BJP ഓഫീസിലെ പരിപാടികൾ അവസാനിച്ചതിന് പിന്നാലെ ശോഭാ സുരേന്ദ്രൻ പാർട്ടി ഓഫീസിലെത്തി. രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് ഏകകണ്ഠമായി ആയിരുന്നുവെന്നും പുതിയ പ്രസിഡന്റിന് എല്ലാ പിന്തുണയെന്നും ശോഭ പ്രതികരിച്ചു. എല്ലാ കുറ്റങ്ങളും മാധ്യമങ്ങൾക്ക് മേൽ ചാരുകയും ചെയ്തു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സിഗ്നേച്ചർ ചെയ്തുകൊണ്ടല്ലേ നോമിനേഷൻ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ചോദ്യത്തിന് തന്നെ എന്താണ് അടിസ്ഥാനമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. BJP രാജീവ് ചന്ദ്രശേഖറിലൂടെ സംസ്ഥാനത്ത് പുതിയ സാധ്യതകൾ തേടുമ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ഭാവി എന്താകുമെന്ന ചോദ്യം ഉയരുകയാണ്. വിശേഷിച്ചും ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മാറിമറിയുമെന്ന് ഉറപ്പുള്ളപ്പോൾ. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന കെ സുരേന്ദ്രൻ. പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടത്തും. BJP അധ്യക്ഷ സ്ഥാനത്ത് തുടരാമെന്ന് കരുതിയിട്ടില്ലെന്നും കെ സുരേന്ദ്രൻ 24നോട് പറഞ്ഞു. അല്ല, ഒരു വ്യക്തി മാറുന്നത് കൊണ്ട് എല്ലാം മാറുകയല്ല, ഒരു ടീമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ടീം ശക്തമായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ എന്തെല്ലാം അഭ്യൂഹങ്ങൾ പരത്തി. പക്ഷേ കേരളത്തിലെ BJP എത്രമാത്രം മെച്യൂരിറ്റിയോടുള്ള ഒരു ലീഡർഷിപ്പാണെന്ന് നിങ്ങൾക്ക് ഇന്ന് ബോധ്യമായി കാണില്ലേ? ആ രീതിയിലാണ് BJP പോകുന്നത്. വളരെ ശക്തമായിട്ട് ഐക്യത്തോടുകൂടി. ഞങ്ങളുടെ ലക്ഷ്യം പാർട്ടിയേക്കുള്ളിലെ മത്സരമല്ല, പുറത്തുള്ള മത്സരമാണ്. ഇനിയിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും. ഞങ്ങൾ കേരളത്തിലെ ഏറ്റവും മുന്നിൽ വരുന്ന മുന്നണിയായിട്ട് മാറണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആര് വേണമെങ്കിലും BJP അധ്യക്ഷനാകട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP ഐഡിയോളജിയെയാണ് എതിർക്കുന്നത്, വ്യക്തികളെ അല്ലെന്നും VD സതീശൻ പറഞ്ഞു. ആര് വിചാരിച്ചാലും BJP രക്ഷപ്പെടുത്താനാകില്ലെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ പ്രതികരണം. അത് നമുക്കറിയില്ല, അവരിഷ്ടമുള്ള ആളെ അവരുടെ പ്രസിഡന്റ് ആക്കട്ടെ, നമുക്കെന്താ പ്രശ്നം? നമുക്കതിന് ഞങ്ങൾ വേറെ പാർട്ടികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാറില്ല. BJPയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. BJPക്ക് ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ് വേണ്ടേ? അവർ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു. അതൊരു സംഘടനാപരമായ ദൗത്യമല്ലേ, അതവർ നിർവഹിച്ചു. BJP എന്ന് ഞങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. RSS നയിക്കുന്ന ഒരു സംഘടനയാണ് BJP. RSS ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ജനാധിപത്യം തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സംഘടനയാണിത്. BJP കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. 6 ആഴ്ചകൾക്ക് ശേഷം വിശ്വാസി സമൂഹത്തിന് മുന്നിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രാർത്ഥനകൾക്ക് നന്ദിയെന്ന് റോമിലെ ജമലി ആശുപത്രിയിൽ ജനത്തെ അഭിവാദ്യം ചെയ്ത് മാർപ്പാപ്പ പറഞ്ഞു. അല്പസമയത്തിനകം മാർപ്പാപ്പ ആശുപത്രി വിടും. Care and waits confidently for our return to him. പൂക്കളും ആശംസാ കാർഡുകളുമായി ജമലി ആശുപത്രിയിൽ തടിച്ചുകൂടിയ വിശ്വാസ സമൂഹത്തിനു മുന്നിലേക്ക് മാർപ്പാപ്പ വീൽചെയറിലെത്തി. കൈവീശി പുഞ്ചിരിച്ച് എല്ലാവരെയും ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിവാദ്യം ചെയ്തു. തനിക്കായി പ്രാർത്ഥിച്ചവർക്ക് നന്ദി പറഞ്ഞു. തങ്ങളുടെ പ്രിയ പാപ്പയെ കാത്തിരുന്ന ആഗോള കത്തോലിക്ക വിശ്വാസ സമൂഹത്തിന് ഇത് ആശ്വാസ ഞായർ. 37 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ കണ്ടത്. ന്യൂമോണിയ മാറിയെങ്കിലും പൂർണ്ണ സൗഖ്യമാകാൻ സമയമെടുക്കുമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. 2 മാസത്തെ വിശ്രമമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മീറ്റിംഗുകളിലോ കൂടിക്കാഴ്ചകളിലോ പങ്കെടുക്കാനാകില്ല. സാന്ത മാർത്ത മന്ദിരത്തിൽ തന്നെയാകും മാർപ്പാപ്പ തങ്ങുക. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിക്കുന്ന പോപ്പിന്റെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടിരുന്നു.
88 വയസ്സുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഇരു ശ്വാസകോശങ്ങളെയും ബാധിക്കുന്ന ബൈലാറ്ററൽ ന്യൂമോണിയ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 14-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദുഃഖവെള്ളിയും ഈസ്റ്ററുമടക്കം ക്രൈസ്തവ വിശ്വാസികളുടെ വിശുദ്ധവാരത്തിന് 1 മാസത്തിൽ താഴെ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ആശ്വാസവാർത്ത. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രായപരിധി മാനദണ്ഡത്തിൽ PB അംഗങ്ങൾക്ക് ഇളവ് വേണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റിയിൽ ആവശ്യം. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റമില്ലെന്ന് പോളിറ്റ് ബ്യൂറോ കോഓർഡിനേറ്റർ പ്രകാശ് കാരാട്ട് വ്യക്തമാക്കി. 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് 75 വയസ്സായെന്ന പ്രായപരിധി മാനദണ്ഡത്തിൽ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്ക് ഇളവ് നൽകണമെന്നാണ് ആവശ്യമുയർന്നത്. മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്ത് പ്രയോജനപ്പെടുത്തണമെന്നും വലിയൊരു നിര നേതാക്കൾ ഒന്നിച്ചൊഴിയുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും അംഗങ്ങൾ അഭിപ്രായമറിയിച്ചു. പോളിറ്റ് ബ്യൂറോയിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള 2 പേരടക്കം 4 യുവ നേതാക്കളാണ് കമ്മിറ്റിയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിച്ചാൽ 7 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഇത്തവണ ഒഴിയേണ്ടി വരും. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത്തവണയും ഇളവുണ്ടാകുമെന്ന സ്ഥിരീകരണമുണ്ട്. 2-3 പേർക്ക് കൂടി ഇളവ് നൽകണമെന്ന ആവശ്യം ചില പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും നേരത്തെ ഉന്നയിച്ചതായാണ് വിവരം. എന്നാൽ പ്രായപരിധി മാനദണ്ഡത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. Central Committee has discussed the report on organization and adopted it, finalized it. Now all the documents for the party congress are ready now for that. ഒരു പാർട്ടിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നില്ല. They are only relieved from their position, but they will continue to work for the party. പ്രായപരിധിയിൽ ഇളവ് നൽകുന്ന കാര്യത്തിൽ മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാകുക. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന സംഘടനാ റിപ്പോർട്ടിന്റെ കരട് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. താഴെത്തട്ടിൽ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം, പാർട്ടി അംഗങ്ങളുടെ ധാർമ്മിക ഗുണം ഉറപ്പാക്കണം, അംഗത്വം നൽകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ കരട് റിപ്പോർട്ടിലുണ്ട്. കേരളം, പശ്ചിമബംഗാൾ, ത്രിപുര ഘടകങ്ങളിൽ അംഗത്വം വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. വെൽക്കം ബാക്ക്. വാർത്താ സന്ധ്യ തുടരുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. ബ്രെഡ് പാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ച് കിടത്തിയ 195 ഗ്രാം MDMA-യുമായി തിരുവനന്തപുരത്ത് 2 പേർ പിടിയിലായി. കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമെന്ന് പോലീസ് പറഞ്ഞു. കണ്ണൂരിൽ ലഹരി ഇടപാടുകാരനെ നാട്ടുകാരും എക്സൈസും ചേർന്ന് വീട് വളഞ്ഞിട്ട് പിടികൂടി. കാട്ടാക്കട ആമച്ചൽ സ്വദേശി വിഷ്ണു, തിരുമല സ്വദേശി അനൂപ് എന്നിവരാണ് തിരുവനന്തപുരത്ത് ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. 7 ബ്രെഡ് പാക്കറ്റുകളിലായാണ് 195 ഗ്രാം ഉണ്ടായിരുന്നത്. വിഷ്ണുവിന്റെ ആമച്ചലിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരി മരുന്ന് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് എത്തിച്ചതാണിവ. 2 പേരും കൊലപാതക കേസിൽ പ്രതികളാണ്. 96.6 ഗ്രാം MDMA-യുമായി കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രന്റെ അന്തർ സംസ്ഥാന ബന്ധത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. കണ്ണൂരിൽ പിടിയിലായ ലഹരി കടത്തുകാരൻ അനിലയെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഇയാൾ വഴിയാണ് ബംഗളൂരുവിൽ നിന്ന് അനില MDMA വാങ്ങിയതെന്നാണ് വിവരം. അനില കൊല്ലത്തടക്കം നിരവധി തവണ ലഹരി എത്തിച്ചുവെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ലഹരിക്കടത്തിന്റെ പ്രധാന ക്യാരിയറിൽ ഒരാളാണ് അനില. കഴിഞ്ഞ 4 വർഷമായി ലഹരി സംഘങ്ങളുമായി അനിലയ്ക്ക് ബന്ധമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നുവെന്നും കണ്ടെത്തൽ. സംഭവത്തിൽ അനിലയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കണ്ണൂർ പുല്ലൂപ്പിയിലാണ് ലഹരി ഇടപാടുകാരനെ വീട് വളഞ്ഞു പിടികൂടിയത്. നാട്ടുകാരും എക്സൈസും ചേർന്നാണ് പുല്ലൂപ്പി സ്വദേശിയായ റോയിയെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് 200 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. ഡിസംബറിൽ ചിറയൻകീഴിൽ 130 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ പ്രധാന പ്രതി പിടിയിലായി. പത്തനംതിട്ട സ്വദേശി അലൻ ഫിലിപ്പാണ് പിടിയിലായത്. തിരുവനന്തപുരം ശ്രീകാര്യത്ത് കൊറിയറിലെത്തിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവ് പിടിയിലായി. ബംഗളൂരുവിൽ നിന്നെത്തിച്ച 61 കിലോ നിരോധിത ഉൽപ്പന്നങ്ങളാണ് ശ്രീകാര്യം പോലീസ് പിടികൂടിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain Deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma,
New Rajasthan Marbles. ആലപ്പുഴ ജില്ലയിൽ ആവേശോജ്വല സ്വീകരണമേറ്റു അങ്ങി SKN40 കേരള യാത്ര. മാവേലിക്കരയിൽ നിന്ന് തുടങ്ങിയ യാത്ര ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം തുടരുകയാണ്. 100 കണക്കിന് ആളുകളാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമാകുന്നത്. മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് ആലപ്പുഴ ജില്ലയിലെ പര്യടനം ആരംഭിച്ചത്. മാവേലിക്കര ജോയിന്റ് RTO ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയുടെ ഭാഗമായി. വിന്റേജ് വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ലഹരി വിരുദ്ധ റാലി. ഞങ്ങൾ ഇന്ന് ഒരു ജനകീയ കൂട്ടായ്മയാണ് സാർ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതായത് കായംകുളം ലഹരി മുക്ത കായംകുളം എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങുകയാണ്. കാരണം ഇപ്പം നമുക്ക് നല്ല സമയമാണ്. നല്ല സമയം എന്ന് പറഞ്ഞാൽ ഇത് പ്രതിരോധിക്കും ജനങ്ങളും ജനപ്രതിനിധികളുമാണ് മുന്നോട്ട് വന്നത്. ഉച്ചയോടെ വലിയരീക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയെത്തി. വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു. സ്കൂളെന്ന് പറയുന്നത് വളരെയേറെ മികവുറ്റ രീതിയിൽ നിൽക്കുന്നു. ഇപ്പൊ തന്നെ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ കൊടുത്തിട്ടുള്ള ഈ സ്കൂളാണ്. പക്ഷേ ഈ സ്കൂളിന് സ്വന്തമായിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളത് പരിഹരിക്കണം. 10 ലക്ഷം രൂപ ഭൂമി മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിന് മുന്നിലും യാത്രയെ സ്വീകരിക്കാൻ 100 കണക്കിന് ആളുകൾ. ഞായറാഴ്ച തിരക്കുകൾ മാറ്റിവെച്ച് ജനങ്ങൾ കേരള യാത്രയെ നെഞ്ചോട് ചേർത്തു. 24 ആലപ്പുഴ. SKN40 ആലപ്പുഴ ജില്ലയിലൂടെ പര്യടനം തുടരവേ ലഹരി ഉപയോഗത്തിന്റെ ആശങ്കകൾ പങ്കുവച്ച് തീരദേശ ഗ്രാമങ്ങളിലെ അമ്മമാർ. വഴിയിൽ കാത്തുനിന്ന വീട്ടമ്മമാരാണ് ലഹരിക്ക് അടിമകളായവരെ കുറിച്ചുള്ള വിവരങ്ങൾ 24-നോട് പങ്കുവച്ചത്. ആലപ്പുഴ ആറാട്ടുപുഴയിലെ വലിയഴീക്കൽ തീരദേശ ഗ്രാമം. SKN40 പര്യടന വിവരമറിഞ്ഞ വഴിയരികിൽ കാത്തുനിൽക്കുകയായിരുന്നു പ്രദേശത്തെ വീട്ടമ്മമാർ. SKന്റെ വാഹനം കൈകാണിച്ചു നിർത്തി. തീരദേശ ഗ്രാമങ്ങളിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ദുരവസ്ഥകൾ അമ്മമാർ പങ്കുവച്ചു. നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് ചെല്ലണം. ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണ്, ഒരു തലമുറ ഇല്ലാണ്ടാവുകയാണ്, നമ്മൾ എന്താണ് എന്താ പറയുക, നമ്മുടെ കൈകളിലേക്ക് ഇത് എത്തുന്നു എന്ന് എന്തായാലും കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടല്ലോ. അപ്പോൾ അത് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ഒരു അവയർനെസ് എന്നുള്ളത് നമ്മൾ ആദ്യം കൊടുക്കണം. ജാഗ്രതയുടെ കുറവ് നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രശ്നമായി കഴിഞ്ഞിട്ടാണ് ഇതിനുള്ള പരിഹാരം നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അതാണ് പ്രശ്നം. നന്നായി കടുത്തുപോയി തന്നെ പെൺകുട്ടികൾ അടക്കം നന്നായിട്ടേ ഇത് വളരെ വ്യാപകമായി. ഈ മഹാദൗത്യത്തിന് ഇറങ്ങി പുറപ്പെട്ട ഈ ഫ്ലവേഴ്സ് TVക്ക് എന്റെ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും ഒരൊറ്റ ദിവസം പോലും ആ വാർത്ത കാണാതെ ഇരിക്കാൻ പറ്റുകയില്ല. രാവിലെ അത് കണ്ടെങ്കിലേ ഞങ്ങൾക്കൊരു ഇതുള്ളൂ. ഒറ്റ അഭിപ്രായമുള്ളൂ. അധ്യാപകർക്ക് ചൂരൽ കൊടുക്കുക. 1-ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള അധ്യാപകർക്ക് ചൂരൽ കൊടുക്കുക. ഇതിന്റെ ഏകദേശം 90% ഇതിനൊരു ഇതുണ്ടാകും. പടിഞ്ഞാറ് കടലും കിഴക്ക് കായലുമായി ഒറ്റപ്പെട്ട് കിടന്ന പ്രദേശമായിരുന്നു വലിയഴീക്കൽ. കൊച്ചിയുടെ ജെട്ടി വലിയഴീക്കൽ പാലങ്ങൾ പൂർത്തിയായതോടെ യാത്രാമാർഗങ്ങൾ വർദ്ധിച്ചു. ലഹരിയുടെ വരവും ഈ വഴി കൂടിയതായാണ് പരാതി. അമ്മമാർ പങ്കുവച്ച വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറുന്ന റിപ്പോർട്ടിൽ വിശദമായി പരാമർശിക്കും. 24 ആലപ്പുഴ. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. എറണാകുളം മലയാറ്റൂരിൽ പെരിയാറിൽ കുളിക്കാനിറങ്ങിയ അച്ഛനും മകനും മുങ്ങി മരിച്ചു. അച്ഛൻ ഗംഗ, 7 വയസ്സുള്ള മകൻ ധാർമ്മിക് എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെയായിരുന്നു ഈ അപകടം. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് അതിന് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭി, എന്താണ് സംഭവിച്ചത്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 5 മണിയോട് കൂടിയായിരുന്നു മലയാറ്റൂരിൽ പെരിയാർ വൈഷൻ കുടിക്കടവിന് സമീപം കുളിക്കാനിറങ്ങിയ അച്ഛനും മകനും മുങ്ങി മരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. നെടുവേലി വീട്ടിൽ ഗംഗ, 7 വയസ്സുള്ള മകൻ ധാർമ്മിക് എന്നിവരാണ് മരിച്ചത്. ഇവരെ ഏറെ നേരമായി കാണാത്തതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ നടത്തിയ തിരച്ചിലാണ് മകന്റെ മൃതദേഹം പൊങ്ങിയതായി കാണുന്നത്. അങ്ങനെ നാട്ടുകാർ ഇറങ്ങിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിലേക്ക് കണ്ടെത്തിയത്. ഉടൻ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇവരുടെ വീടിന് തൊട്ടടുത്തുള്ള കടവ് തന്നെയാണ്. ഇവർ സ്ഥിരമായി അവിടെ കുളിക്കാൻ പോകുന്നതുമാണ്. പക്ഷേ ഇന്ന് ഇത്തരത്തിലേക്ക് ഒരു ദാരുണ സംഭവം വൈകിട്ട് 5 മണിയോടുകൂടി ഉണ്ടാവുകയായിരുന്നു. നാട്ടുകാർ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരെയും രക്ഷിക്കാനായില്ല. ഇപ്പോൾ മൃതദേഹം സെന്റ് തോമസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. YS അഭിനന്ദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.
IPL-ലേക്ക് വന്നു കഴിഞ്ഞാൽ IPL-ൽ വീണ്ടും സ്ഫോടനാത്മക ബാറ്റിംഗുമായി സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെതിരെ 6 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്ത് 286 റൺസാണ്. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാന്റെ മോശം തുടക്കമെന്ന റിപ്പോർട്ടുകൾ വരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസ്തവ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അനിൽ, തകർപ്പൻ ബാറ്റിംഗ് ആയിരുന്നു സൺറൈസേഴ്സിൻ്റെത്. എന്നാൽ മറുപടി ബാറ്റിംഗിൽ വലിയൊരു ബാറ്റിംഗ് നിരയുള്ള രാജസ്ഥാൻ റോയൽസ് പതർന്നു എന്ന കാഴ്ചയാണ് കാണുന്നത്. വിവരങ്ങൾ. തീർച്ചയായും വീണ്ടും എന്താണ് ആരാധകർ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതുതന്നെയാണ് സംഭവിച്ചത്. പക്ഷേ 300 എന്ന സ്കോറായിരുന്നു പലരും സ്വപ്നം കണ്ടത്. അത്ര എത്തിയില്ല. 286 റൺസാണ് 6 വിക്കറ്റ് നഷ്ടത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അടിച്ചെടുത്തത്. അതിനവരെ സഹായിച്ചത് ഇഷാൻ കിഷന്റെ കന്നി IPL സെഞ്ചുറിയാണ്. 106 റൺസാണ് ഇഷാൻ കിഷൻ നേടിയത്. ഒപ്പം തന്നെ ട്രാവിസ് ഹെഡ് 67 റൺസ് എടുത്തും തിളങ്ങി. ഇത് IPL ചരിത്രത്തിലെ രണ്ടാമത്തെ മികച്ച സ്കോറാണ്. ഹൈദരാബാദിന്റെ പേരിൽ തന്നെയാണ് ഏറ്റവും മികച്ച സ്കോറുള്ളത്. കഴിഞ്ഞ സീസണിൽ RCBക്കെതിരെ നേടിയ 287 റൺസ്. ഒരുപക്ഷെ അവസാന ഓവറിൽ 2 വിക്കറ്റ് വീണില്ലായിരുന്നെങ്കിൽ 300 അടുത്തൊരു സ്കോറിലേക്ക് 290 എത്താൻ ഹൈദരാബാദിന് പറ്റുമായിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ രാജസ്ഥാൻ ഇപ്പോൾ പതറുകയാണ്, അല്ലെങ്കിൽ വിജയത്തിനായി പൊരുതുകയാണ്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എന്ന നിലയാണ് രാജസ്ഥാൻ. സഞ്ജു സാംസൺ 49 റൺസുമായി ക്രീസിലുള്ളതാണ് ഇപ്പോൾ അവരുടെ പ്രതീക്ഷ. ഇതോടെ വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു.